കരിയറിൽ ചില കാര്യങ്ങൾ നമ്മൾ മിസ്സായി പോകുന്ന അതുണ്ട്. നമ്മളെ മാറ്റിയതുണ്ട്. മാമ്പഴക്കാലം എന്നുള്ള സിനിമയിൽ ലാലേട്ടൻ്റെ അനിയന്മാരിൽ ഒരാൾ ഞാനായിരുന്നു. എന്തുകൊണ്ടത് മാറിയെന്ന് ചോദിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. റീസണും റൈറ്റ്സും രണ്ടും രണ്ടാണ്. ചില വേഷങ്ങൾ എനിക്ക് പകരം ചെയ്ത ആൾക്കാരുണ്ട് ഒരു പടത്തിൽ. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇത്രയും വലിയ ലെജൻഡിൻ്റെ ഒരു പേരിൽ എൻ്റെ പേര് വെച്ച് അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതിയത്. സിനിമയ്ക്കകത്ത് അതല്ല ആവശ്യം. ഒരാളെ അനുകരിക്കാതെ ചെയ്യുക എന്നുള്ള സംഭവം. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ നഷ്ടമായ ഒരു സമയത്ത്. അളിയൻ എന്ന് പറയുമ്പോൾ എന്നും ഹ്യൂമറിലേക്കുള്ള വിഷയമാണ്. കിടിലോ ഒക്കെ ചിലപ്പോൾ പറയുന്നത് ഞങ്ങൾ അന്ന് ആത്മഹത്യ ചെയ്യുന്നു. ചെയ്തു വെച്ച സിനിമകൾ കാണാറുണ്ടോ? ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ കാണാറ്. നമ്മളിന്ന് സ്വയം വിലയിരുത്തുന്നല്ല എന്ന് നമ്മളിത് കാണുമ്പോഴാണ് മനസ്സിലാവുക. പലരും പൂട്ടിയിട്ട് എത്രയോ അനുഭവം ഉണ്ടായിട്ട് പൈസ കൊടുക്കാനില്ല. എത്രയോ ദിവസം ഹോട്ടലിൽ താമസിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ജീവിതം തുടങ്ങുകയും അവസാനിക്കുകയും വിജയിക്കുകയും തകരുകയും ചെയ്ത ഒരു ട്രെയിൻ യാത്രയാണ്. വെൽക്കം ഷാജു ശ്രീധർ. ഷാജുടെ സ്വാഗതം. നമസ്കാരം. റീൽ ടു റീലിലേക്ക് സ്വാഗതം. ഈ എൻ്റെ ഒരു അറിവ് ശരിയാണല്ലേ, 29 വർഷം കഴിഞ്ഞു സിനിമയില്. ഏറെക്കുറെ 150-150 അടുത്ത സിനിമകൾ ആയിട്ടുമുണ്ട്. ഈ സിനിമയിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് സിനിമയിൽ വരാനൊരു ഭാഗ്യം വേണം. ചിലർ വരും, പിന്നെ വന്നിട്ട് പോകും. ചിലർ നിൽക്കാൻ വേറൊരു ഭാഗ്യം വേണം. ഈ 29 വർഷത്തെ ജേണി, ഒന്ന് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, സീരിയസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജേണി ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഉള്ളിൽ വരുന്നത്? അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഒരാളെന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ആദ്യം എടുത്ത് പറയും. കാരണം അന്ന് എനിക്ക് തോന്നുന്നത് 95 ആദ്യ സിനിമ റിലീസാവുന്നത്. 94 ഡിസംബറിൽ ഷൂട്ട് ചെയ്യുന്നു മിമിക്സ് ആക്ഷൻ 500. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര്, ഞങ്ങൾ 11 മക്കളാണ് അഭിനയിച്ചു വന്നത്. അതിനകത്ത് ഇപ്പോൾ കുറച്ച് പേര്, ഞാൻ കോട്ടയം നാസർ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അന്ന് തുടങ്ങുന്ന 2C അല്ലെങ്കിൽ ഈ പറയുന്ന ആരിത്രി അങ്ങനെയുള്ള ക്യാമറകൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മൾ ഡബ്ബിങ് ആയിക്കോട്ടെ, ചെന്നൈക്ക് വണ്ടി കയറുന്നു, നമ്പർ 20 മദ്രാസ്, അവിടെ ഡബ്ബിങ് അല്ല. അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് ഡബ്ബിങ്ങിന് വേണ്ടി നമ്പർ 20 മദ്രാസ് മേലിൽ കയറുമ്പോൾ നമുക്ക് ആ സിനിമ ഓർമ്മ വരും. കാരണം ഒരുപാട് പേരുടെ ജീവിതം തുടങ്ങുകയും അവസാനിക്കുകയും വിജയിക്കുകയും തകരുകയും ചെയ്ത ഒരു ട്രെയിൻ യാത്രയാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് മമ്മൂട്ടി, മോഹൻലാലോ ഇവരൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മൾ ഓർക്കും. അപ്പം നമ്മൾ ഒരു സ്റ്റാറാവാൻ വേണ്ടിയുള്ള യാത്രയാണ് നമുക്ക് തോന്നും. ആ വണ്ടിക്കകത്ത് കയറുമ്പോൾ നമുക്കൊരു യാത്രയിലുള്ളൊരു സുഖം ഉണ്ടാവും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ കരിയറിലൊരു പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരു ഹീറോ ആയി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് പോയി. അതേപോലെ ആദ്യകാലത്ത് താമസിച്ച ലോഡ്ജാണ് ഉമാ ലോഡ്ജ് എന്ന് പറയുന്നത്, ചെന്നൈയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉമാ ലോഡ്ജും സിനിമയിലെ ഒരുപാട് താരങ്ങൾക്ക് ജന്മം കൊടുത്ത സ്ഥലവും കോടമ്പാക്കം. അവിടെ ചെല്ലുകയും അവിടുത്തെ AVM സ്റ്റുഡിയോ, അരവിന്ദ് സ്റ്റുഡിയോ, അങ്ങനെ ഒരുപാട് സ്റ്റുഡിയോകളിൽ ഡബ്ബിങ് ഒക്കെ ചെയ്യും. ആദ്യകാലത്ത് കുറേ സിനിമകൾ. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് സിനിമ പറിച്ചു നടുകയും കൊച്ചിയിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ ഹീറോസ് പലരും വരുന്നു, പലരും പോകുന്നു, പിന്നെ പുതിയ പിള്ളേർ, പുതിയ കൺസെപ്റ്റുകൾ. അപ്പോൾ അതിലൊക്കെ കുറച്ചായിട്ടെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അയ്യപ്പനും കോശിക്ക് ശേഷമാണ് ക്യാരക്ടർ റോളുകളിലേക്കുള്ള ഡൈവേർഷൻ. അതുവരെ അഭിനയിക്കുന്നു, ഹീറോയുടെ ഫ്രണ്ട്, ഹീറോയുടെ അളിയൻ, അങ്ങനെ സംഭവം. അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലം അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാത്തതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് സീരിയലിലേക്ക് പോയി കുറച്ച് നാൾ, ഒരു 4 വർഷം. അപ്പോൾ ഞാൻ അവിടെ കംഫർട്ട് എന്ന് വെച്ചാൽ ഹീറോ ആണല്ലോ. എല്ലാ സീരിയലിലും ഹീറോ ആണ്, എല്ലാ സീരിയലും ഹിറ്റാണ്. പ്രേക്ഷകരെല്ലാവരും നമ്മളെ കാണുകയും നമ്മളെ വിലയിരുത്തുകയും എല്ലാ ഫാമിലിയിലും പ്രിയപ്പെട്ടവനാവുകയും ചെയ്യുന്നതാണ് ഈ സീരിയൽ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് സീരിയൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് നെടുമുടി വേണു, തിലകൻ ചേട്ടൻ, മുരളിച്ചേട്ടൻ, കൽപ്പന ചേച്ചി ഇതായിട്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവരുടെ കൂടെ ക്വാളിറ്റി ആയിരുന്നു. അവരുടെ കൂടെ ഈ ലെജൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് അവിടെയാണ്. അമ്മയായിട്ട് സീമ ചേച്ചിയായിരുന്നു, ശ്രീവിദ്യ അമ്മയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്ത് സീരിയലിൽ ഏറ്റവും പീക്ക് ടൈമിൽ ഞാൻ അവിടെ നിന്നു. പിന്നെ മനസ്സിലായി നമ്മൾ ലൈഫിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ ആ സിനിമയിലേ ഉണ്ടാവുള്ളൂ. സീരിയലിൽ അന്നന്ന് എപ്പിസോഡുകൾ കഴിയുമ്പോൾ അന്നന്ന് തീരും, പിന്നെ കാണാനുള്ള ഓപ്ഷൻ പോലും കിട്ടും. അതെ. അപ്പോൾ എൻ്റെ ലൈഫിലൊരു വലിയ ഘട്ടം, ഞാൻ വീട് വയ്ക്കുന്നതും എനിക്ക് എൻ്റെ വൈഫായിട്ട് പ്രണയത്തിലാവുന്നൊക്കെ സ്നേഹസമ്മാനം എന്ന് പറയുന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈഫിലേക്ക് എല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും സിനിമയിൽ വന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് നിന്നാലേ ഇതുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ സീരിയൽ മെല്ലെ സ്റ്റോപ്പ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരുപാട് ഓർമ്മകൾ വന്നുപോയി. ഈ ആദ്യ സമയത്ത്
ചേട്ടൻ ലാലേട്ടനെ അനുകരിച്ചാണ് വന്നത്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫാദറൊക്കെ ആദ്യ സമയത്ത് ചേട്ടനെ കാണുമോ ആ പയ്യൻ ശരിക്കും ഒരു മാനറിസം ശരിക്കും മോഹൻലാലിന്റെ ഉണ്ട് കേട്ടോ. അച്ഛനത് പോസിറ്റീവായിട്ടാണ്. പക്ഷെ ആദ്യ സമയത്ത് ഒരു പക്ഷെ അഭിനയിക്കുമ്പോൾ അതൊരു ചിലപ്പോൾ നെഗറ്റീവായിട്ട് തന്നെ വരാം അഭിനയിക്കുന്ന സമയത്ത്. ഇപ്പൊ പിന്നീട് ഇപ്പോ ചേട്ടനൊരു കരിയർ നമുക്ക് ഈ പേരുകൾ നോക്കി കഴിഞ്ഞാൽ ആദ്യമേ മോഹൻലാലിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഷാജു എന്നാണ് ഐഡന്റിറ്റി അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് പാലക്കാട് നിന്നുള്ള ഷാജു ആയി, പിന്നീട് നടൻ ഷാജു, ഇപ്പം വേറെ ഒന്നും വേണ്ട ഷാജു ശ്രീധർ. ഈ ഒരു മാറ്റത്തിന്റെ ഓരോ പോയിന്റ്സ് ഓർക്കുന്നുണ്ടോ? എവിടെയൊക്കെ ആയിരിക്കുന്നുള്ളൂ? ഉണ്ട്. കാരണം വെച്ചാൽ ആദ്യകാലത്ത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നു മോഹൻലാലിനെ പോലെയുള്ള മോഹൻലാൽ ഷാജു എന്നൊക്കെ അങ്ങനെ വിളിച്ചു. അപ്പോൾ പലരുടെയും മൊബൈൽ നോക്കിയാൽ ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം മോഹൻലാൽ ഷാജു എന്ന് അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര എൻജോയ് ചെയ്തു. കാരണം വെച്ചാൽ ഇത്രയും വലിയ ലെജൻഡിൻ്റെ ഒരു പേരിൽ എൻ്റെ പേര് വെച്ച് അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷേ സിനിമയ്ക്കകത്ത് അത് ആവശ്യമില്ല. സിനിമയ്ക്കകത്ത് അതല്ല ആവശ്യം. സിനിമയ്ക്കകത്ത് നമ്മളൊരു അതല്ലാതെ ഒരാളെ അനുകരിക്കാതെ ചെയ്യുക എന്നുള്ള സംഭവം. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ നഷ്ടമായ ഒരു സമയത്ത്. അപ്പോൾ നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വിഷമിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ സീരിയലിലേക്കുള്ളൊരു ഡൈവേഷൻ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഇഷ്ടം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആ ഒരു സ്നേഹവും ഇഷ്ടം കാണിക്കുന്നതൊക്കെ എന്നോടും ആ സമയത്ത് സ്റ്റേജുകളിലൂടെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്ക് അത് ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന അതിൽ നിന്നും ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പാലക്കാട് ഷാജുവിലേക്ക് ഒരു ചെറിയ നമ്മളെ ശ്രമിച്ചു. പക്ഷെ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അത് ബോധർ ചെയ്യാറില്ല. ഞാനിപ്പോൾ എൻ്റെ വഴികളിലൂടെ മാത്രം മുന്നോട്ട് പോയി. അപ്പോൾ ഈ പറയുന്ന ഷാജു ശ്രീധർ എന്ന് പറയുന്ന പേരിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. 29 വർഷത്തോളം നമ്മൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ക്യാരക്ടർ റോളുകളിലേക്ക് ഇപ്പോൾ ഓക്കെ അയാളെ കാസ്റ്റ് ചെയ്താൽ അയാൾ ചെയ്യുമെന്നുള്ളൊരു ധാരണയെങ്കിലും വന്നത്. മറ്റേ മിമിക്രി എന്ന് പറയുന്ന ഒരു ബേസിലേക്ക് മാത്രം നമ്മൾ തള്ളപ്പെട്ട ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മിമിക്രി തള്ളപ്പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ചെറിയ അറിവിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു തബല പഠിക്കാം, നമുക്കൊരു സെൻസ് വേണം, നമ്മളെ പഠിപ്പിച്ചു തരാൻ പറ്റും. കൈ വെച്ച് നമ്മുടെ താളം കയ്യിലാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും താളം നമ്മുടെ കയ്യിലൊക്കെയാണ്. നമുക്ക് അഭിനയം നമുക്ക് കണ്ടുപിടിക്കാൻ പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ കയ്യോ കാലോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ സൗണ്ട് വെച്ച് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യുന്ന, മനസ്സ് സൗണ്ട് മാത്രം ജോയിൻ ചെയ്യുന്ന ഒരു വലിയൊരു കലയാണ് മിമിക്രി. ശരിക്കും അത് ഏറ്റവും പാടുള്ള ഒരു കല. ആൾക്കാരോ പുള്ളി മിമിക്രിയാണ് അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്നും എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ പലരും കുടുംബക്കാരെന്നെ പുച്ഛിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ മിമിക്രി കളിച്ചത് അതൊരു വലിയൊരു ഏറ്റവും ടഫായിട്ടുള്ള ഒരു കലാരൂപമല്ലേ ശരി? എത്ര പേർക്ക് മലയാള സിനിമയിൽ അന്നം കൊടുത്ത ഒരു കലയാണ് ശരിക്കും മിമിക്രി. അതായത് ഇപ്പോൾ സംഗീതം പാട്ട് ആണെങ്കിൽ നമ്മളൊരാൾ പാട്ടുണ്ട്, അയാളുടെ വോയിസ് ഇതുപോലെയുണ്ട്, അല്ലെങ്കിൽ ദാസേട്ടനെ പോലെയുണ്ട്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, ഒരു ഗായകൻ എന്ന് പറയുന്ന അയാൾക്കൊരു ശബ്ദമുണ്ട്. ഇത് ശബ്ദങ്ങൾ മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല ഇപ്പം ഞാനിപ്പോൾ പുതിയ പിള്ളേരെ ഇപ്പോൾ കുറേ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നു വെച്ചാൽ എത്ര ശബ്ദങ്ങളാണ്, 10-50 പേരുടെ വോയിസാണ്. അപ്പോൾ ഈ വോയിസുകൾ 50 എണ്ണം മാറ്റി വരാൻ വലിയ റിസ്ക്കാണ്. 1. 2 പറയുമ്പോൾ അവൻ മിമിക്രിയാണെന്ന് പറയും. പക്ഷേ സ്റ്റേജുകളിൽ പബ്ലിക്കിനെ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ ചെറിയ പണിയല്ല. നമുക്കിപ്പോൾ സിനിമ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ചെയ്യുമ്പോൾ ഒരു കോമഡി വർക്കൗട്ട് ആവാൻ, ഒരു സിനിമ വർക്കൗട്ട് ആവാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് അത് പരാജയപ്പെട്ട് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ സ്റ്റേജിൽ ആദ്യത്തെ 15 മിനിറ്റ് നേരം നമ്മൾ അനുഭവിക്കുന്നൊരു ടെൻഷനുണ്ട്. ഓഡിയൻസ് ചിരിച്ച് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എത്രയോ ഷോകൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ കാണിക്കാവുന്ന എല്ലാം കാണിക്കും. അതൊരു ചെറിയ കലയല്ല. മറ്റേ പാട്ടിനകത്ത് നമ്മൾ ആ പാട്ട് പാടി തീർത്താൽ മതി, അല്ലെങ്കിൽ വയലിൻ വായിച്ച് തീർത്താൽ മതി. അതിനകത്ത് വളരെ വിരളമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. പക്ഷേ മറ്റത് നമ്മൾക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന തമാശയല്ല വേറെ ആൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് പെർഫോം ചെയ്യാൻ, ഇപ്പോൾ നാടകമാണെങ്കിലും പഠിച്ചിട്ട് നമ്മൾ അങ്ങ് ചെയ്താൽ മതി. പക്ഷേ പൾസ് അറിഞ്ഞിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന മ്യൂസിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ര ടാലൻറ്റഡ് ആയിരിക്കണം സ്റ്റേജുകൾ നിൽക്കുമ്പോൾ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോലും ചീത്ത പറയും. പക്ഷെ പറയുമ്പോൾ ഒരു ഈസി ആയിട്ടങ്ങ് പറയാം. അത് പറയാൻ ഒരു ശബ്ദമല്ലേ വേണ്ടുള്ളൂ. പക്ഷെ നമ്മളത് പെർഫോം ചെയ്യാൻ ഒരുപാട് ശബ്ദങ്ങൾ വേണം. തീർച്ചയായിട്ടും. ചേട്ടാ, നമുക്ക് ഇത്രയും 29 വർഷമായി ഈ സിനിമകൾ സെലക്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഏത് സമയം തൊട്ടാണ് ചേട്ടന് വന്നു തുടങ്ങിയത്? ആദ്യ കാലത്തൊക്കെ ഒരുപക്ഷെ വന്ന സിനിമകളെല്ലാം ചെയ്യുക എന്നതിനപ്പുറം സിനിമകൾ എനിക്ക് ചൂസ് ചെയ്യാം, എനിക്ക് നോ പറയാനുള്ള ഫ്രീഡമായി, ആ ഒരു തിരിച്ചറിവ് എന്ന് തൊട്ടാണ് തുടങ്ങിയത്? ഏതൊരു സമയം തൊട്ടാണ് വന്ന് ചേർന്നത്? ശരിക്കും പറഞ്ഞാൽ അതിൽ വലിയൊരു പങ്ക് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാവും. വലിയൊരു പങ്ക്. കാരണം എന്ന് വെച്ചാൽ സിനിമയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരുമിച്ച് സഹിച്ചാൽ പോലെ നല്ല സിനിമകൾ ചെയ്താൽ മതി എന്ന് പറയുന്നു. പക്ഷേ നല്ല സിനിമകളല്ലാത്ത സിനിമകൾ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ കമ്മിറ്റ് ചെയ്യുന്നത് അത് നല്ല സിനിമയല്ലെന്ന് പറഞ്ഞിട്ടല്ല. ആ സിനിമ ചെറിയൊരു സെറ്റപ്പായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ നാഷണൽ അവാർഡ് വരെ പോകുന്നത്, നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ കമ്മിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട്
നമുക്ക് ആക്ച്വലി വരുന്ന സിനിമകളെല്ലാം നല്ല സിനിമകളാണ്. വലിയ സിനിമകളും കഥാപരമായിട്ട് ചിലപ്പോൾ ആർട്ടിസ്റ്റുകൾ പുതിയ ആൾക്കാരാണെങ്കിൽ പോലും കഥാപരമായിട്ട് നല്ലതുമാണ്. ആക്ച്വലി ഭാഗ്യം ഒരു വലിയ ഘടകമാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ സിനിമയുടെ കൂടെ നമുക്ക് കഴിവും കൂടെ ഭാഗ്യവും ഒത്തുചേരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ചില കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മാറിപ്പോകുന്ന കാര്യങ്ങൾ നമ്മുടെ നല്ലതിനാവുകയും വന്നു ചേരുന്ന നമ്മുടെ ഭാഗ്യമാവുകയും ചെയ്യുന്നിടത്താണ് ഒരു നടനുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കരിയർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് നഷ്ടപ്പെടും. അയ്യോ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു വർക്കാണ് നമ്മളൊന്നും വിചാരിക്കുക. നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്തതാണ്. പക്ഷെ അതായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും വലിയ ഹിറ്റാവുന്നത്. നഷ്ടപ്പെട്ടത് നമുക്ക് വിഷയമല്ലാതാവും. അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ടാകും. ചില വേഷങ്ങൾ എനിക്ക് പകരം ചെയ്ത ആൾക്കാരുണ്ട്. ഒരു പടത്തിൽ എനിക്ക് പകരം ചെയ്ത ഒരാൾ, അയാൾ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന തലേ ദിവസമാണ് ഞാൻ മാറുന്നത്. പക്ഷേ അതെൻ്റെ കരിയർ പുണ്യാള നഗരപതി എന്നുള്ള സിനിമയിൽ ഞാൻ ആക്ച്വലി അഭിനയിക്കേണ്ട ആൾ തലേ ദിവസമാണ് ഞാൻ മാറുന്നത്. എന്തുകൊണ്ടാണ് അത് ഞാൻ ആംഗ്രി ബേബീസ് എന്ന് പറഞ്ഞൊരു പടത്തിൽ പോകണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ വേഷം ചെയ്ത ശ്രീധരവിയാണ്, പുണ്യാളല്ലേ. അദ്ദേഹത്തിൻ്റെ തുത്തുരു തുത്തുരു എന്ന് പറഞ്ഞ ആ വേഷം. അതിന് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്യുകയും രഞ്ജിത് അദ്ദേഹത്തിന് എന്നോട് ആ ഒരു സമയത്ത് എന്നോട് ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവാം. കാരണം ഞാൻ തലേ ദിവസം എനിക്ക് മാറണം, ബോംബെയിൽ പെട്ടുപോയി. ബോംബെയിൽ ഈ ആംഗ്രി ബേബീസ് എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ അവിടെ പെട്ടുപോയതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കരിയറിൽ ചില കാര്യങ്ങൾ നമ്മൾ മിസ്സായി പോകുന്ന അതുകൊണ്ട് തലേ ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ മാറ്റിയതുണ്ട്. മാമ്പഴക്കാലം എന്നുള്ള സിനിമയിൽ ലാലേട്ടൻ്റെ അനിയന്മാരിൽ ഒരാൾ ഞാനായിരുന്നു. അന്ന് എന്തോ കാരണവശാൽ എന്തോ ഒരു സാഹചര്യങ്ങളും കൊണ്ട് അതൊരു മാറ്റം വന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ തലേ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫീലിങ്സ് ടി എ ഷാഹിദ് അതിന് അദ്ദേഹം കഥയെ പറയുകയും അനിയനായിട്ട് ഭയങ്കര മാച്ചായിട്ടെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു വേഷമായിരുന്നു അതൊക്കെ. അപ്പം നമുക്ക് ഭാഗ്യം വലിയൊരു ഘടകമാണ്. എന്തുകൊണ്ടത് മാറിയെന്ന് ചോദിച്ചില്ല? ഇല്ല, അതിനെക്കുറിച്ച് ചോദിച്ചില്ല. കാരണം ചോദിച്ചെന്ന് വെച്ചാൽ അതിന് ഒരു പക്ഷേ അവർക്ക് റീസൺസ് ഉണ്ടാവും. എനിക്ക് ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. റൈറ്റ്സും രണ്ടാണല്ലോ. അപ്പോൾ അത് എൻ്റെ ഒരു വലിയ നഷ്ടമായിരുന്നു. അതാര് ചെയ്തു എന്നോ എന്താണെന്നോ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ജോഷി സാറിൻ്റെ പടം, ലാലേട്ടൻ ഹീറോ, ടി എ ഷാഹിദ് എഴുതുന്നു ബാലേട്ടന് ശേഷം. അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞു നിന്നെ കണ്ടുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു പോർഷൻ കുറച്ച് സീൻസൊക്കെ ഉണ്ട് അതിനകത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സന്തോഷമായിരുന്നു. പക്ഷെ അത് നമുക്ക് വിധിച്ചിട്ടില്ലാത്ത നമുക്കത് ഉണ്ടാവില്ല ഒരിക്കലും. ഇത് കണക്ട് ഇനി വേറെ ചോദ്യത്തിൽ ഞാൻ പോകാൻ വേണ്ടി, പക്ഷേ ഇത് കണക്ട് ചെയ്തൊരു ചോദ്യം, ഈ ഒരു കരിയറിൽ വിഷമ ഘട്ടം വരുമ്പോൾ കരയുക എന്നുള്ളതിനപ്പുറം അത് ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ലൊക്കേഷനിലും പുറത്തൊക്കെ തമാശകൾ പറയുന്ന ഒരാളാണ് പൊതുവെ. അപ്പം ഞാൻ ബാക്കിയുള്ളവരെ കംഫർട്ടാക്കും, എൻ്റെ ചുറ്റുഭാഗത്തുള്ളവരെ കംഫർട്ടാക്കും. അപ്പോൾ അവരെ കംഫർട്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കംഫർട്ടാവുന്നത് ഞാൻ കംഫർട്ടാകുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ അത് ചിലപ്പോൾ സൗഹൃദങ്ങളുടെ യാത്രയായിരിക്കാം, ചിലപ്പോൾ കമ്പനി ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഡിന്നറായിരിക്കാം, ചിലപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരിക്കാം. അപ്പോൾ അവിടെ എല്ലാവരെയും തമാശകൾ പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള അത്യാവശ്യമുള്ള നമ്പറുകളൊക്കെ എടുത്തുകൊണ്ടുള്ള തമാശയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹാപ്പി ആകുമ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കംഫർട്ടാകും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ കഥകൾ പറയുമ്പം എന്താ പറയുക, യൂട്യൂബിൽ കുറച്ച് സാധനങ്ങൾ ചേട്ടൻ്റെ കഥകൾ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് രമേഷ് പിഷാരടിയുടെ ചാനലിൽ ഇട്ടേക്കുന്നതാണ്. ഇവിടുത്തെ ഒരു ശാന്തി പോയിട്ട് 3 വീറ് അല്ല, എല്ലാം ഈ ലൈഫിൽ നിന്ന് കിട്ടിയ കഥകളാണ് ഈ പറയുന്ന രീതിയിൽ. അപ്പം നമ്മളെപ്പോഴും ലൈഫിൽ കേൾക്കുന്ന കഥകൾ അല്ലെങ്കിൽ കാണുന്ന കഥകൾ പറയുമ്പോൾ കുറച്ചുകൂടെ തന്നെ നമ്മൾ മറ്റേതെല്ലാം സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ച് അതിനെ തമാശ ആക്കാൻ ശ്രമിക്കുകയല്ലേ. ലൈഫിൽ എത്രയോ തമാശകളുണ്ട്. അപ്പോൾ ആ തമാശകൾ നമ്മളെന്നും പറഞ്ഞു പോവുള്ളൂ. എനിക്ക് താഴെ വന്ന കമന്റ്സ് രസമാണ്. പുള്ളി പിഷാരടി മറച്ചു വെക്കും കഥ പറയുന്നുണ്ട്. ഈ കഥ മാറ്റി വേറെ കഥയാക്കി കുറേ കഥകളുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തായെ വളർത്തിയതിൻ്റെ കഥകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലുള്ള വലിയ കോമഡി രാജാക്കന്മാരായാലും ഇപ്പോൾ പിഷാരടിയായാലും കോട്ടയം നസീറായാലും നമ്മുടെ ഗ്യാങ്ങുകളിലെല്ലാവരായാലും അവരുടെ ഇടയിൽ ഞാൻ വളരെ കുറച്ചേ പറയുള്ളൂ. ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിലെ തമാശകളായിരിക്കും. അതുകൊണ്ട് പുതിയൊരാളെ കേട്ടൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാറില്ല. ഓക്കെ ചേട്ടാ, ഇപ്പം ഇത്രയും നാളത്തെ കരിയറിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. ഇപ്പം ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു കൂട്ടുകാരനായിട്ടും അളിയനൊക്കെ ആയിട്ടായിരിക്കും കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങിയ ഒരു പക്ഷേ അയ്യപ്പനും കോശിക്കും ശേഷമായിരിക്കും എന്നുള്ളത്. ഇപ്പം അത് വളരെ ക്ലീഷയായിട്ടൊരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കഥാപാത്രം, ഒരു സപ്പോർട്ടിങ് ആക്ടർ, ചേട്ടൻ സപ്പോർട്ടിങ് ആക്ടറാണ്, ഒരു കഥാപാത്രം ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇനിയും പുറത്ത് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇനിയും ഒരുപാട്
വരാനുണ്ട് പുറത്തേക്ക്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഏറ്റവും ചെയ്യാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇനി എൻ്റെ ഉള്ളിലെ ഒരു നടനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, എനിക്ക് ഇങ്ങനെ ഒരു കഥ കിട്ടിയാൽ, ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടി പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന കഥയോ സാഹചര്യങ്ങളോ ഉണ്ടോ? ഞാനിപ്പോൾ എപ്പോഴും എനിക്ക് കംഫർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇത് ഹ്യൂമറായിരിക്കാം. ഇപ്പോൾ റോമൻസ് എന്നുള്ള സിനിമ, ഹാപ്പി ഹസ്ബൻഡ്സിൽ ബാക്കിയുള്ളവരൊക്കെ ഹ്യൂമറിൽ അവിടെ ഇവിടെയൊക്കെ വന്നു പോയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ വീട്ടിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വൈഫോ അല്ലെങ്കിൽ ബാക്കിയുള്ള അവരെ കൂടുതൽ ഞാൻ അവരോട് ചോദിക്കും. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലാണ്. അതായത് നല്ലതും ചീത്തയും കറക്റ്റായിട്ട് പറയും. അവിടെ പറയും വളരെ മോശമായിട്ടുണ്ടായിരുന്നു, മറ്റേ സീൻ ഇതായില്ല, കൈയെടുത്തതായില്ല, അല്ലെങ്കിൽ ആക്ട് ചെയ്തതായില്ല, റിയാക്ട് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് വീട്ടിലാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് സീരിയസ് വേഷങ്ങളാണെന്നാണ് അവരുടെ ഒരു ഇത്. അപ്പോൾ എത്രത്തോളം അതെനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം എന്നെ അങ്ങനെ കാണില്ല, ഹ്യൂമർ ലൈനിലേ കാണുള്ളൂ. പക്ഷെ അങ്ങനെ സീരിയസ് വേഷങ്ങളിലേക്ക് ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങി. ഇപ്പോൾ അയ്യപ്പനും കോശിയിലും ആക്ച്വലി ഒരു ക്യാരക്ടറാണ്, ആ ഒരു ഒറ്റ സീനാണ് അയാൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഹ്യൂമറുണ്ട്, ചെറിയൊരു എലമെൻ്റ് ഉണ്ട്. പടത്തിന് ടേക്ക് ഓഫ് ആ ഒരു സീനാണ്. പക്ഷേ അഞ്ചാം പാതിരിൽ സീരിയസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ചെറിയ സീരിയസ് കണ്ടുകൊണ്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു വേഷം എന്നെ ഏൽപ്പിക്കുകയും അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അടുത്തിനി റിലീസ് ചെയ്യാനുള്ള പടം ഡോൺ മാക്സിൻ്റെ അറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അറ്റ് എന്നുള്ള സിനിമയിൽ വളരെ സീരിയസ് ആവുകയും ഇമോഷണലിയും എല്ലാം ഒരുപാട് വർക്കാവുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഗുമസ്തൻ പോലെ ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടിയാൽ അത് ഡിഫറെൻ്റാണ്. അപ്പിയറൻസ് വൈസ് എല്ലാം വ്യത്യസ്തമാണ്. ഡാർക്ക് വെബ്സൈറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ട്രെയിലർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അതെല്ലാം സെറ്റായി വരുന്നു. ഇപ്പോൾ ഈ മാസം അതിന് സെറ്റ് ആവും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു കരിയറിൽ വേറൊരു വഴിയിലേക്ക് പോകും. പിന്നെ നമുക്ക് വേഷം ചെയ്യാൻ ആഗ്രഹം എന്ന് പറയുന്ന വിഷയങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് അച്ഛൻ വേഷങ്ങൾ അല്ലെങ്കിൽ അളിയൻ വേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സീരിയസിലേക്ക് പോകാൻ എത്രത്തോളം പറ്റുന്നില്ല. ഇപ്പോൾ അളിയൻ എന്ന് പറയുമ്പോൾ ഹ്യൂമറിലേക്കായിരിക്കും. അളിയൻ എന്ന് പറയുമ്പോൾ എന്നും ഹ്യൂമറിലേക്കുള്ള വിഷയമാണ്. അപ്പോൾ അത് ബ്രദേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ അതിനകത്ത് ക്യാരക്ടറിനൊരു ബലം ഉണ്ടാവണം. ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേഷത്തിന് ഒരു സ്ട്രോങ് ഒരു ക്യാരക്ടർ ആയിരിക്കണം. അതിന് 2 സീനായാലും 10 സീനായാലും 20 സീനായാലും ആ വന്ന് നിൽക്കുന്ന ഫ്രെയിമിൽ അയാൾ പെർഫോം ചെയ്ത് പോയി, ഉള്ളത് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നതാണ് ഇന്ന് ഒരു നടന് സേഫ് എന്ന് പറയുന്നത്. ചേട്ടാ, ഞാൻ ഒരുപാട് നടന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഞാൻ അഭിനയിച്ച സിനിമകൾ ഞാൻ പിന്നെ കാണാറില്ല, അല്ല കാണുമ്പോൾ എനിക്ക് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് അന്നേരം അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും ദ ബെസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നീട് കാണുമ്പോൾ ഞാൻ ഇങ്ങനെയാണോ ചെയ്തത്, പിന്നെ ഞാനത് കാണൂല എന്ന് പറയണം. ഒരുപാട് പേര് ഇപ്പം മിനിഞ്ഞാന്ന് സൈജു ചേട്ടൻ ഈ സെയിം കാര്യം, ഞാൻ അത് ചെയ്ത് എൻ്റെ ബെസ്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാനത് കാണുമ്പോൾ എൻ്റെ പൊന്നെ എന്ന് പറയാറുണ്ട്. ഈ ചെയ്തു വെച്ച സിനിമകൾ കാണാറുണ്ടോ, അല്ല അതിൽ നിന്നും പഠിക്കാറുണ്ടോ? ചെയ്തു വെച്ച സിനിമകൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ കാണാറുള്ളത് വെച്ചാൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ കാണാറ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതേ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ വിലയിരുത്തുന്ന സമയത്ത് നമ്മളെ ഒന്നാമത് മെലിഞ്ഞ് ഉണങ്ങി ഒരു കോലമായിരിക്കും അന്നത്തെ സിനിമകളിൽ. ഇപ്പോൾ കോരപ്പൻ ദ ഗ്രേറ്റ്, പൂത്തുമ്മീമ്പ് ബാലന്മാരെ, പിന്നെ നമ്മൾ ഭയങ്കര അന്ന് ക്യാമറ അല്ല ഫിലിമല്ലേ, അപ്പോൾ എങ്ങനെയെങ്കിലും ആ ടേക്ക് ഒന്ന് ഓക്കെ ആക്കിയാൽ മതി പറഞ്ഞ് നമ്മൾ അഭിനയിക്കുക. റീടേക്ക് എന്ന് പറയുന്ന സാധനം ഫിലിം വീണ്ടും വേണം. അന്ന് ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളുടെ നായകന്മാരാണ്. അപ്പം നമ്മൾ ഉള്ളത് അവർ ഏകദേശം ഓക്കെയാണെങ്കിൽ ഓക്കെ വെച്ച് ബാക്കി ഡബ്ബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. പക്ഷേ ഈ സാധനത്തിൻ്റെ റിയാക്ഷനൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്ത ഞാൻ എന്തൊരു നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വിലയിരുത്തുന്ന സമയത്ത് നമ്മളെന്ന് സ്വയം വിലയിരുത്തുന്നല്ല എന്ന് നമ്മളിത് കാണുമ്പോഴേ മനസ്സിലാവുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഗ്രൂപ്പ് ഓഫ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അപ്പം കൗണ്ടർ പറയുന്നവർ മാത്രം, അതിനകത്ത് സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല, അതിനകത്ത് ഓൺലി കൗണ്ടേഴ്സേ ഉള്ളൂ. അതിനൊരു 6 മണിയാകുമ്പോൾ വിളക്ക് കൊളുത്തും, പിന്നെ ബഹളമാണ്. അപ്പോൾ അതായത് ഞാൻ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു ഗ്രൂപ്പിൽ ഷാജോൻ, ജാഫർ ഇടുക്കി, കലാഭവൻ നവാസ്, കോട്ടയം നസീർ, സുരാജ് വെഞ്ഞാറമ്മൂടി ഇത്തവണ റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ അഡ്മിഷൻ കൊടുത്തത്. അപ്പോൾ എന്ന് വെച്ചാൽ കൊടുക്കാൻ പാടാണ്. കലാഭവൻ റഹ്മാനിക്ക, ബിജുക്കുട്ടൻ, നോബി, നിർമ്മൽ പാലാടി, അല്ല അപ്പം ഞങ്ങൾ ഇത്രയും പേരായിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള നമ്മൾ പിഷാരടി അങ്ങനെ കുറച്ച് പേരെ ഇല്ലാത്തുള്ളൂ, ഡേറ്റിനിട്ടോ അങ്ങനെ കുറച്ച് പേരിൽ ഞങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത്. അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് നമ്മൾ തുടങ്ങിയതാണ്. പക്ഷേ ഭയങ്കര രസകരമാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുന്ന സമയം പറയും, അപ്പോൾ ഇനി പുതിയ പടങ്ങൾ വരുന്നുണ്ടല്ലോ 4K. അപ്പോൾ ഞാൻ പറയും കിടിലൊക്കെ ചിലപ്പോൾ 4K പറയുന്നത് ഞങ്ങൾ അന്ന് ആത്മഹത്യ എന്ന് പറയും. അന്ന് ഞങ്ങൾക്കത് വലിയ സിനിമ. അപ്പോൾ ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവനഭിനയിച്ച സിനിമ ഇവനഭിനയിച്ച സിനിമ അങ്ങോട്ടും പറഞ്ഞ് സിനിമയൊക്കെ ട്രോളും. അപ്പോൾ സിനിമ ആക്ച്വലി അന്നത്തെ സമയത്ത് ഞങ്ങളന്ന് സ്റ്റാറുകളാണ്. അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ സിനിമ അത് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ പറയുന്ന രീതിയിൽ അത് കാണുമ്പോൾ കളിയാക്കും.
കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലായ്മയും കാര്യങ്ങളൊക്കെ അന്നെങ്ങനെയെങ്കിലും ഒരു സിനിമ കിട്ടിയാൽ മതി അതെ അത് വലിയ കാര്യമാണ് അത്. അല്ല റീ റിലീസ് വരുന്നതിന് ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ എന്ന് പറഞ്ഞത്. പിന്നെ വരുന്ന ആൾക്കാർ ഏകദേശം പ്രൊഡ്യൂസർമാരൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ അഭിനയിച്ചതെന്ന് വെച്ചാൽ എങ്ങനെ അവർ അഭിനയിച്ചാൽ ഓക്കെ പറഞ്ഞുകളയും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ഇട്ടിട്ട് പോയിക്കളയും. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെയുള്ളൊരു സിനിമ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, പകുതി വെച്ച് നിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഈ പറയുന്ന രീതിയിൽ ചിക്കൻ കറിയും ചപ്പാത്തിയും ചെറുപയറും കഞ്ഞിയാണല്ലോ സിനിമയുടെ ഒരു ബേസ്. ചില ദിവസങ്ങൾ അന്നത്തെ കാലത്ത് ചിക്കൻ കറി മാറി മുട്ടക്കറി വരും. അപ്പോൾ ഞങ്ങൾ അന്ന് പാക്ക് ചെയ്തോളണം. കാരണം എന്താ വെച്ചാൽ നിൽക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ നമുക്ക് പാക്ക് ചെയ്യാനുള്ള സമയമായോ എന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹോട്ടലുകാർ പിടിച്ചു വയ്ക്കും. അങ്ങനെ എത്ര സിനിമകളുണ്ടായിരുന്നു. ഹോട്ടലിൽ പിടിച്ചു വയ്ക്കും സാർ. അതിന് മുമ്പ് നമ്മൾ രക്ഷപ്പെട്ടു പോകും. നമ്മളെ കണ്ട് പിടിച്ചു വയ്ക്കാൻ തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് അത്യാവശ്യം തന്നെ ഇതൊക്കെ ഉള്ള ആൾക്കാരെ പിടിച്ചു വയ്ക്കും. മിക്ക സിനിമകളും ഹോട്ടലുകളിൽ പലരെയും പൂട്ടിയിട്ട് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൈസ കൊടുക്കാനില്ല, എത്രയോ ദിവസം ഹോട്ടലിൽ താമസിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. മാക്സിമം അങ്ങനത്തെ ഒരുപാടുണ്ടാവും.